കാഷ്വാലിറ്റീസ്. അപകടത്തിലോ യുദ്ധത്തിലോ കൊല്ലപ്പെട്ടവർ അല്ലെങ്കിൽ പരിക്കേറ്റവർ, മരണസംഖ്യ, നാശനഷ്ടങ്ങൾ. ഉദാഹരണം: യുദ്ധത്തിലുണ്ടായ വലിയ തോതിലുള്ള കാഷ്വാലിറ്റീസ് അഥവാ നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങളെയും സമാധാന ചർച്ചകൾക്ക് പ്രേരിപ്പിച്ചു. ദ ഹെവി കാഷ്വാലിറ്റീസ് ഓർ ലോസ് ഓഫ് ലൈഫ് ഡ്യൂറിംഗ് ദ വാർ ഫോഴ്സ്ഡ് ബോത്ത് കൺട്രീസ് ടു എൻ്റർ പീസ് നെഗോഷിയേഷൻസ്. സീസ് ഫയർ, വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം, താൽക്കാലികമായി നിർത്തൽ. ഉദാഹരണം: അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു സൈന്യങ്ങളും സീസ് ഫയർ അഥവാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ബോത്ത് ആർമീസ് ഡിക്ലെയർഡ് എ സീസ് ഫയർ ഓർ എ ടെമ്പററി ട്രൂസ് ടു റിസ്റ്റോർ പീസ് അറ്റ് ദ ബോർഡർ. ഇൻവേഷൻ, അധിനിവേശം അല്ലെങ്കിൽ സൈനികാക്രമണം. ഉദാഹരണം: അയൽ രാജ്യത്തിന്റെ പെട്ടെന്നുള്ള ഇൻവേഷൻ അഥവാ അധിനിവേശം ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചു. The sudden invasion or armed entry into the neighboring country shocked the world powers. Retreat, പിൻവാങ്ങൽ അല്ലെങ്കിൽ പരാജയം സമ്മതിച്ച് മടങ്ങുക. ഉദാഹരണം: ശത്രു സൈന്യം ശക്തമായതോടെ സൈന്യാധിപൻ തന്റെ സൈന്യത്തോട് റിട്രീറ്റ് ചെയ്യാൻ അഥവാ പിൻവാങ്ങാൻ ഉത്തരവിട്ടു. As the enemy forces grew stronger, the commander ordered his troops to retreat or withdraw from the battlefield. Artillery, പീരങ്കിപ്പട അല്ലെങ്കിൽ ദൂരപരിധിയുള്ള വലിയ തോക്കുകൾ. ഉദാഹരണം: അതിർത്തിയിലെ യുദ്ധത്തിൽ ആർട്ടിലറി അഥവാ പീരങ്കികൾ ഉപയോഗിച്ചുള്ള ആക്രമണം അതിശക്തമായിരുന്നു.